ഡിയർ ഫ്രണ്ട്സ്, നീനാസ് PSC പോയിൻറ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം സ്വാതന്ത്ര്യ സമരകാലത്തെ കലയും സാഹിത്യവും. SCERT 10ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിലെ സംസ്കാരവും ദേശീയതയും എന്ന പാഠത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ക്ലാസ്. ജാതി, മത, വർഗ, പ്രാദേശിക വ്യത്യാസങ്ങൾക്കുപരിയായി ഒരു ജനതയുടെ മാനസിക ഐക്യമാണ് ദേശീയത. ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്ന ജീർണതകൾക്കും ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തിനുമെതിരായി പ്രതിഷേധം കലയിലും സാഹിത്യത്തിലും പ്രതിഫലിച്ചു. കല, സാഹിത്യം എന്നീ മേഖലകളിലുണ്ടായ മാറ്റങ്ങൾ ഇന്ത്യയുടെ ദേശീയ ഐക്യത്തിന് എങ്ങനെ വഴിയൊരുക്കി എന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഭാരതമാത എന്ന സങ്കല്പം ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒരു നാടകത്തിലൂടെയാണ്. ശിശിർ കുമാർ ഘോഷ്, സത്യേന്ദ്രനാഥ് ടാഗോർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നാടകാവതരണം. ഇന്ത്യ ലീഗ്, അമൃത ബസാർ പത്രിക എന്നിവയുടെ സ്ഥാപകനും സ്വാതന്ത്ര്യസമര സേനാനിയുമാണ് ശിശിർ കുമാർ ഘോഷ്. സത്യേന്ദ്രനാഥ് ടാഗോർ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ജ്യേഷ്ഠനും ഇന്ത്യൻ സിവിൽ സർവീസിൽ ചേർന്ന ആദ്യ ഇന്ത്യക്കാരനുമാണ്. ഭാരതമാത എന്ന സങ്കല്പം ആദ്യമായി പൊതുവേദിയിൽ പരിചയപ്പെടുത്തിയവർ ശിശിർ കുമാർ ഘോഷ്, സത്യേന്ദ്രനാഥ് ടാഗോർ എന്നിവർ. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആഹാരം, വസ്ത്രം, വിജ്ഞാനം എന്നിവ നൽകുന്ന ഭാരതമാതാവിനെ സങ്കല്പിച്ചുകൊണ്ട് ഭാരത് മാത എന്ന ജലഛായാചിത്രം വരച്ച ബംഗാളി ചിത്രകാരനാണ് അബനീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ് അബനീന്ദ്രനാഥ് ടാഗോർ. ബംഗാൾ വിഭജനക്കാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ചിത്രമാണ് ആദ്യം ബംഗമാത എന്ന പേരിൽ വരച്ച് പിന്നീട് പരിഷ്കരിച്ച ഭാരത് മാത എന്ന ചിത്രം. ഇന്ത്യൻ ചിത്രകലയെ ആഗോളതലത്തിൽ ശ്രദ്ധേയമാക്കിയ ആദ്യകാല ചിത്രകാരന്മാരിൽ പ്രമുഖനാണ് അബനീന്ദ്രനാഥ് ടാഗോർ. അദ്ദേഹം 1913 പാരീസിൽ ഒരു ചിത്ര പ്രദർശനം നടത്തിയിരുന്നു. ഇന്ത്യൻ ചിത്രകലയെ പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിക്കുക, ഭാരതീയ സംസ്കാരത്തിലും ദേശീയ പാരമ്പര്യത്തിലും വേരുറച്ച പൗരസ്ത്യ ചിത്രകലയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ അബനീന്ദ്രനാഥ് ടാഗോർ കൽക്കത്തയിൽ സ്ഥാപിച്ചതാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥാപിച്ച വർഷം 1907. 1919 ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ ചിത്രകലാ മാസികയാണ് രൂപം. ചിത്രകലാ മാസിക രൂപം. ദേശീയതയോട് ചേർന്ന് ഇന്ത്യൻ ചിത്രകലാശൈലി ഇന്ത്യ ഒട്ടാകെ പ്രചരിപ്പിച്ച ബംഗാൾ സ്കൂൾ ഓഫ് ആർട്ട് സ്ഥാപിച്ചത് അബനീന്ദ്രനാഥ് ടാഗോറാണ്. കൂടെ കൽക്കത്ത ഗവൺമെൻറ് കോളേജ് ഓഫ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലെ ബ്രിട്ടീഷുകാരനായ EB ഹാവേലും ഉണ്ടായിരുന്നു. അബനീന്ദ്രൻ ഇന്ത്യൻ ചിത്രകലയെ പാശ്ചാത്യ പ്രഭാവത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ് ടാഗോറാണ്. അബനീന്ദ്രൻ ഇന്ത്യൻ ചിത്രകലയെ പാശ്ചാത്യ പ്രഭാവത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ് ടാഗോർ. അബനീന്ദ്രനാഥ് ടാഗോറിൻ്റെ മറ്റു ചില പ്രസിദ്ധമായ രചനകളാണ് ഷാജഹാൻ്റെ മരണം, ശകുന്തള, അലക്കുകാരൻ്റെ കഴുത, അഭിസാരിക, രവീന്ദ്രനാഥ് ടാഗോർ, മഹാത്മാഗാന്ധി, നൂർജഹാൻ, ഹുയാങ് സാങ് എന്നിവ. അടുത്തത് അബനീന്ദ്രനാഥ ടാഗോറിൻ്റെ ശിഷ്യനായ നന്ദലാൽ ബോസ്. ഇന്ത്യയിലെ ശ്രദ്ധേയമായ സാഹിത്യകൃതികളിൽ നിന്നും ചരിത്ര സംഭവങ്ങളിൽ നിന്നുമുള്ള സന്ദർഭങ്ങളെയാണ് നന്ദലാൽ ബോസ് തൻ്റെ ചിത്രങ്ങൾക്ക് വിഷയങ്ങളാക്കിയത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രമാണ് സതി.
ഇന്ത്യയിലെ ഒരു ദുരാചാരമായിരുന്ന സതി അനുഷ്ഠിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ചുള്ള സതി എന്ന ചിത്രം ഇത്തരം ദുരാചാരങ്ങൾക്കെതിരായ മനോഭാവം ഇന്ത്യക്കാരിൽ വളർത്താൻ കാരണമായി. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാന ചിത്രമാണ് വില്ലേജ് ഡ്രമ്മർ അഥവാ ഗ്രാമീണ ചണ്ടക്കാരൻ. 1938 ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ട ചിത്രമാണ് ഗ്രാമീണ ചണ്ടക്കാരൻ. തുടർന്ന് കോൺഗ്രസിൻ്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ഗ്രാമീണ ചണ്ടക്കാരൻ. ഓർക്കുക, ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നന്ദലാൽ ബോസ്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ്, ഭാരത് രത്ന, പത്മ എന്നീ പുരസ്കാരങ്ങളുടെ രൂപകൽപ്പന ഇവ ചെയ്തത് നന്ദലാൽ ബോസാണ്. സതി, ഗ്രാമീണ ചണ്ടക്കാരൻ, ഗാന്ധാരി ഇൻ ബാൽക്കണി, ശിവപാർവതി, ഉമയുടെ തപസ്യ, ഗോപിനി, പ്രണാമം എന്നീ ചിത്രങ്ങൾ വരച്ചത് നന്ദലാൽ ബോസാണ്. ഗ്രാമീണ ചണ്ടക്കാരൻ ആരുടെ ചിത്രമാണ് എന്ന് ചോദിച്ചാൽ നന്ദലാൽ ബോസ്. എന്നാൽ ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് ഒരു പ്രസിദ്ധ ചിത്രകാരിയാണ്. ഹംഗറിക്കാരിയായ അമ്മയ്ക്കും പഞ്ചാബിയായ അച്ഛനും ഹംഗറിയിൽ ജനിച്ച അമൃത ഷെർഗിലാണ് ആ ചിത്രകാരി. അമൃത ഷെർഗിലിൻ്റെ ചിത്രമാണ് ഗ്രാമീണ ജീവിതം. ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങളാണ് വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ അമൃത ഷെർഗിൽ ചിത്രീകരിച്ചത്. അമൃത ഷെർഗിലിൻ്റെ മറ്റു ചില ചിത്രങ്ങളാണ് റെഡ് ക്ലേ എലിഫൻറ്റ്, 2 elephants, 3 girls, യങ് ഗേൾസ്, ദ ബ്രൈഡ്, സ്ലീപ്പിംഗ് വുമൺ എന്നിവ. ഇതോടൊപ്പം ഓർക്കുക, കേരളത്തിലെ അമൃത ഷെർഗിൽ എന്നറിയപ്പെടുന്ന ചിത്രകാരിയാണ് TK പത്മിനി. കേരളത്തിലെ അമൃത ഷെർഗിൽ എന്നറിയപ്പെടുന്ന ചിത്രകാരി TK പത്മിനി. 29-ാം വയസ്സിൽ മരണപ്പെട്ട അമൃത ഷെർഗിലിനെ പോലെ തന്നെ വളരെ ക്ഷണികമായിരുന്നു 29 വയസ്സുള്ളപ്പോൾ അന്തരിച്ച TK പത്മിനിയുടെയും ജീവിതം. ഓർക്കുക, ഭാരത് മാതാ എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ് ടാഗോർ. സതി, ഗ്രാമീണ ചണ്ടക്കാരൻ എന്നീ ചിത്രങ്ങൾ നന്ദലാൽ ബോസ്. ഗ്രാമീണ ജീവിതം അമൃത ഷെർഗിൽ. അടുത്തത് ജാമിനി റോയ്. ഇന്ത്യൻ ആധുനിക ചിത്രകലാ രംഗത്തെ ശ്രദ്ധേയനായ കലാകാരനാണ് ജാമിനി റോയ്. അമ്മയും കുഞ്ഞും, സ്ത്രീ, ബാവുൽ ഗായകർ, പൂച്ചകൾ ചെമ്മീൻ പങ്കിടുന്നത്, ഗോപിനി തുടങ്ങി നിത്യജീവിതത്തിലെ ദൃശ്യങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനാവിഷയങ്ങൾ. 1946 ലണ്ടനിലും 1953 ന്യൂയോർക്കിലും ജാമിനി റോയ് ചിത്രപ്രദർശനങ്ങൾ നടത്തി. പത്തുവ എന്നറിയപ്പെടുന്ന നാടോടി കലാകാരന്മാരോടൊപ്പം ജീവിച്ച ചിത്രകാരനാണ് ജാമിനി റോയ്. പത്തുവ എന്നറിയപ്പെടുന്ന നാടോടി കലാകാരന്മാരോടൊപ്പം ജീവിച്ച ചിത്രകാരൻ ജാമിനി റോയ്. നാടോടി പാരമ്പര്യത്തിൽ നിന്ന് ചിത്രകലയുടെ പുതിയ മേഖലകൾ കണ്ടെത്തിയ ജാമിനി റോയ് ഫാദർ ഓഫ് ഫോൾക്ക് റിനൈസൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നു. ഫാദർ ഓഫ് ഫോൾക്ക് റിനൈസൻസ് ഇൻ ഇന്ത്യ ജാമിനി റോയ്. അടുത്തത് രാജാ രവിവർമ്മ. രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരൻ, ചിത്രകാരന്മാർക്കിടയിലെ രാജാവ് എന്നറിയപ്പെടുന്നത് രാജാ രവിവർമ്മ. അദ്ദേഹം ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യൻ പുരാണങ്ങളിലെയും സാഹിത്യകൃതികളിലെയും വിവിധ സന്ദർഭങ്ങളാണ് പ്രധാനമായും അദ്ദേഹത്തിൻ്റെ ചിത്രമെഴുത്ത് വിഷയങ്ങൾ. ചിത്രമെഴുത്ത് യൂറോപ്യന്മാരുടെ കലയാണെന്ന് സാമാന്യ ജനങ്ങൾ വിചാരിച്ചിരുന്ന കാലത്ത് സ്വന്തം ചിത്രങ്ങളിലൂടെ ലോകപ്രസിദ്ധനായ ചിത്രകാരനാണ് രാജാ രവിവർമ്മ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ ചിത്രങ്ങളാണ് ഹംസവും ദമയന്തിയും, ശകുന്തള, മലബാർ സുന്ദരി, വിളക്കേന്തിയ വനിത, മുല്ലപ്പൂ ചൂടിയ നായർ വനിത, അതാ അച്ഛൻ വരുന്നു തുടങ്ങിയവ.
രാജാ രവിവർമ്മയെപ്പറ്റി കൂടുതലറിയാൻ ഞങ്ങളുടെ കേരളം ചിത്രകല ശില്പകല എന്ന വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇവയോടൊപ്പം ഓർക്കുക, 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചതാര് എന്ന് ചോദിച്ചാൽ ജോസഫ് നോയൽ പാറ്റൺ. ഇംഗ്ലീഷുകാരനായ ജോസഫ് നോയൽ പാറ്റൺ വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ റിലീഫ് ഓഫ് ലക്നൗ എന്ന ചിത്രം വരച്ചത് ഇംഗ്ലീഷുകാരനായ തോമസ് ജോൺ ബാർക്കർ. തോമസ് ജോൺ ബാർക്കറിൻ്റെ ചിത്രം റിലീഫ് ഓഫ് ലക്നൗ. ഇന്ത്യൻ ദേശീയത രൂപപ്പെടുത്തുന്നതിൽ കലാകാരന്മാരുടെ പങ്കിനെ പറ്റിയാണ് നമ്മൾ ഇതുവരെ ചിന്തിച്ചത്. ഇനി സാഹിത്യകാരന്മാർ. പാശ്ചാത്യ സാഹിത്യ രൂപമായിരുന്ന നോവലിനെ ഇന്ത്യയിലെ ജീവിത യാഥാർത്ഥ്യങ്ങൾ ചിത്രീകരിക്കാനുള്ള മാധ്യമമാക്കി സാഹിത്യരചന നടത്തിയ ബംഗാളി സാഹിത്യകാരനാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏറ്റവും ശ്രദ്ധേയമായ നോവലാണ് ബംഗാളി ഭാഷയിൽ രചിച്ച ആനന്ദമഠം. സന്യാസി കലാപം പശ്ചാത്തലമാക്കി രചിച്ചതാണ് ആനന്ദമഠം. ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച വന്ദേമാതരം എന്ന ദേശഭക്തി ഗാനം ഏത് നോവലിൻ്റെ ഭാഗമായിരുന്നു എന്ന് ചോദിച്ചാൽ ആനന്ദമഠം. ബംഗാളിലെ സാഹിത്യ സാമ്രാട്ട് എന്നറിയപ്പെടുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ മറ്റു പ്രധാന കൃതികളാണ് ദുർഗേശ നന്ദിനി, വിഷവൃക്ഷം, കപാൽ കുണ്ടല എന്നിവ. വന്ദേമാതരം എന്ന ഗാനത്തിന് രാഷ്ട്രീയ പ്രാധാന്യം ലഭിക്കുന്നത് 1896 കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ്. വന്ദേമാതരം ആദ്യമായി ഒരു അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിൽ ആലപിക്കപ്പെട്ടു. ആലപിച്ചത് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ. ഓർക്കുക, ആനന്ദമഠം എന്ന നോവൽ രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. സന്യാസി കലാപം പശ്ചാത്തലമായ നോവൽ ആനന്ദമഠം. 1950 ജനുവരി 24 ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിക്കപ്പെട്ട വന്ദേമാതരം ഏത് നോവലിൻ്റെ ഭാഗം എന്ന് ചോദിച്ചാൽ ആനന്ദമഠം. ഇതോടൊപ്പം ഓർക്കുക, നമ്മുടെ ദേശീയ ഗാനം ജനഗണമന. ജനഗണമനയുടെ രചയിതാവ് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ. ജനഗണമന ആദ്യം ആലപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം 1911 കൽക്കട്ട കോൺഗ്രസ് സമ്മേളനം. ഈ സമ്മേളനത്തിൽ ജനഗണമന ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അനന്തരവൾ സരളാദേവി ചൗധരാണിയെ ആണ്. ടാഗോർ അനേകം നോവലുകൾ, ചെറുകഥകൾ, നാടകങ്ങൾ, യാത്രാവിവരണങ്ങൾ, പ്രബന്ധങ്ങൾ, ഗാനങ്ങൾ എന്നിവ എഴുതിയിട്ടുണ്ടെങ്കിലും SCERT 10ാം ക്ലാസ് പാഠത്തിൽ കൊടുത്ത 2 കൃതികൾ പ്രത്യേകം ഓർക്കുക: ഗീതാഞ്ജലി ആൻഡ് ഗോറ. 1913 ടാഗോറിന് നോബൽ സമ്മാനം നേടിക്കൊടുത്ത കൃതിയാണ് ഗീതാഞ്ജലി എന്ന കാവ്യസമാഹാരം. ടാഗോർ എഴുതിയ മനോഹരമായ നോവലാണ് ഗോറ. അടുത്തത് ബംഗാളി നാടകകൃത്തായ ദീനബന്ധു മിത്ര. ദീനബന്ധു മിത്ര എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. ദീനബന്ധു മിത്രയുടെ പ്രശസ്തമായ നാടകമാണ് നീൽ ദർപ്പൺ. നീൽ ദർപ്പൺ ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കടുത്ത ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിക്കുന്ന നാടകമാണ് നീൽ ദർപ്പൺ. ഇന്ത്യ മുഴുവൻ ഈ നാടകം പ്രചരിപ്പിക്കാൻ മുൻകൈയെടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ അസോസിയേഷൻ. സുരേന്ദ്രനാഥ് ബാനർജി, ആനന്ദമോഹൻ ബോസ് എന്നിവർ 1876 ആരംഭിച്ച ദേശീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ അസോസിയേഷൻ അഥവാ ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ. ഓർക്കുക, നീലം കർഷകരുടെ കഷ്ടപ്പാടുകൾ വിവരിക്കുന്ന ബംഗാളി നാടകം നീൽ ദർപ്പൺ. രചന ദീനബന്ധു മിത്ര. ഇനി ഒരു ഗാനം ഓർമ്മിക്കുക: സാരേ ജഹാംസെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്നാരംഭിക്കുന്ന ദേശഭക്തി ഗാനം.
ഇത് രചിച്ചത് 1904 ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായ പോരാട്ടത്തിൽ ശക്തമായ സമരായുധമായിരുന്നു ഈ ഗാനം. സാരേ ജഹാം സെ അച്ഛ രചിച്ചത് പ്രസിദ്ധ ഉറുദു കവിയായ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. ഓർക്കുക, സാരേ ജഹാം സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിൻ്റെ രചയിതാവ് മുഹമ്മദ് ഇക്ബാൽ. ഇന്ത്യക്കാരിൽ ദേശീയ ബോധമുണർത്തിയ SCERT ടെക്സ്റ്റിൽ നമ്മൾ പഠിക്കുന്ന മറ്റു ചില സാഹിത്യകാരന്മാരാണ് പ്രേംചന്ദ്, അൽത്താഫ് ഹുസൈൻ ഹാലി, വിഷ്ണുകൃഷ്ണ ചിപ്ലുങ്കർ, സുബ്രഹ്മണ്യ ഭാരതി, വള്ളത്തോൾ നാരായണ മേനോൻ, അംശി നാരായണപിള്ള എന്നിവർ. പ്രേംചന്ദ് ആധുനിക ഹിന്ദി ഉറുദു സാഹിത്യത്തിലെ ഏറ്റവും മഹാന്മാരായ സാഹിത്യകാരന്മാരിൽ ഒരാളാണ് മുൻഷി പ്രേംചന്ദ്. പ്രേംചന്ദിൻ്റെ യഥാർത്ഥ പേര് ധൻപത് റായ് ശ്രീവാസ്തവ. 14 നോവലുകളും 300-ലധികം ചെറുകഥകളും എഴുതിയിട്ടുള്ള പ്രേംചന്ദിൻ്റെ ആദ്യ കഥാസമാഹാരം സോസ് എ വതൻ അഥവാ ഒരു രാഷ്ട്രത്തിൻ്റെ വിലാപം വിപ്ലവ പ്രേരകമാണ് എന്നാരോപിച്ച് സർക്കാർ അതിൻ്റെ കോപ്പികളെല്ലാം പിടിച്ചെടുത്ത് കത്തിച്ചു കളഞ്ഞു. പ്രേംചന്ദിൻ്റെ പ്രധാന കൃതികളാണ് ഗോദാൻ, സേവാസദൻ, രംഗഭൂമി, പ്രേമാശ്രമം എന്നിവ. ഇവ എഴുതിയ ഭാഷ ഹിന്ദി. അൽത്താഫ് ഹുസൈൻ ഹാലി ഒരു ഉറുദു കവിയും എഴുത്തുകാരനും ജീവചരിത്രകാരനുമായ അൽത്താഫ് ഹുസൈൻ ഹാലിയുടെ പ്രധാന കൃതികൾ ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജാവേദ് എന്നിവ. ഹയാത്ത് ഇ ജാവേദ് ഇവ ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഉറുദു. പേർഷ്യൻ കവിയായ സാദി ഷിറാസിയുടെ ജീവചരിത്രമാണ് ഹയാത്ത് ഇ സാദി. വിദ്യാഭ്യാസ പ്രവർത്തകനായ സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ ജീവചരിത്രമാണ് ഹയാത്ത് ഇ ജാവേദ്. ഹയാത്ത് എന്നാൽ ജീവിതം എന്നാണ് അർത്ഥം. വിഷ്ണുകൃഷ്ണ ചിപ്ലുങ്കർ ബാലഗംഗാധര തിലകൻ്റെ സഹപ്രവർത്തകനായിരുന്ന വിഷ്ണുകൃഷ്ണ ചിപ്ലുങ്കരുടെ പ്രധാന കൃതിയാണ് നിബന്ധമാല. നിബന്ധമാല എന്നാൽ ഉപന്യാസങ്ങളുടെ ഒരു മാല. 1874 പ്രതിമാസ കൃതിയായി പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ 84ഓളം ഉപന്യാസങ്ങളുടെ സമാഹാരമാണ് നിബന്ധമാല. ഓർക്കുക, പ്രേംചന്ദിൻ്റെ പ്രധാന കൃതികൾ ഗോദാൻ, സേവാസദൻ, രംഗഭൂമി, പ്രേമാശ്രമം. ഭാഷ ഹിന്ദി. അൽത്താഫ് ഹുസൈൻ ഹാലിയുടെ പ്രധാന കൃതികൾ ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജാവേദ്. ഭാഷ ഉറുദു. വിഷ്ണുകൃഷ്ണ ചിപ്ലുങ്കറുടെ പ്രധാന കൃതി നിബന്ധമാല. ഭാഷ മറാത്തി. സുബ്രഹ്മണ്യ ഭാരതി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് ശക്തി നൽകിയ പ്രമുഖ കവിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമാണ് സുബ്രഹ്മണ്യ ഭാരതി. ഭാരതിയാർ എന്നറിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട്, കളിപ്പാട്ട്, പാഞ്ചാലി ശപഥം എന്നിവ. തമിഴ് ഭാഷയിൽ എഴുതിയിരുന്ന സുബ്രഹ്മണ്യ ഭാരതിയുടെ പ്രശസ്തമായ ഒരു ഗാനമാണ് ഓടി വിളയാടു പാപ്പ. വള്ളത്തോൾ നാരായണ മേനോൻ. ദേശീയ കവിയായി അറിയപ്പെടുന്ന മലയാള കവിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ. ദേശീയമായ കാഴ്ചപ്പാടുള്ള അദ്ദേഹത്തിൻ്റെ 3 കൃതികൾ ഇവിടെ ഓർക്കുക. എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. ഗാന്ധിജിയെ ഗുരുനാഥനായി സ്വീകരിച്ച് എഴുതിയ കൃതിയാണ് എൻ്റെ ഗുരുനാഥൻ. ഗാന്ധിജിയുടെ മരണത്തിൽ ദുഃഖിച്ചെഴുതിയ വിലാപകാവ്യമാണ് ബാപ്പുജി. അക്കാലത്തെ ഇന്ത്യയുടെ ദയനീയമായൊരു ചിത്രം വരച്ചു കാണിക്കുന്നതാണ് ഇന്ത്യയുടെ കരച്ചിൽ. അംശി നാരായണപിള്ള. വരിക വരിക സഹചരെ
വലിയ സഹന സമരമായി എന്ന ദേശഭക്തി ഗാനത്തിലൂടെ ഇന്നും ഓർമ്മിക്കപ്പെടുന്ന കവിയും സ്വാതന്ത്ര്യസമര സേനാനിയുമാണ് അംശി നാരായണപിള്ള. കോഴിക്കോട് വടകരയിൽ നിന്ന് പയ്യന്നൂർ വരെ കോൺഗ്രസ് നടത്തിയ ഉപ്പു സത്യാഗ്രഹ ജാഥയിൽ പാടാൻ വേണ്ടിയാണ് അംശി ഈ ഗാനം രചിച്ചത്. ഓർക്കുക, സുബ്രഹ്മണ്യ ഭാരതിയുടെ പ്രധാന കൃതികൾ കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട്, കളിപ്പാട്ട്, പാഞ്ചാലി ശപഥം. വള്ളത്തോളിൻ്റെ ദേശീയ കവിതകൾ എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. അംശി നാരായണപിള്ള രചിച്ച ദേശഭക്തി ഗാനം വരിക വരിക സഹചരെ വലിയ സഹന സമരമായി. ഡിയർ ഫ്രണ്ട്സ്, കലയും സാഹിത്യവും ദേശീയതയും SART ടെക്സ്റ്റിലെ പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.